പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ ആകത്തുകയാണ് ആ കണ്ണീർ. എന്നാൽ ഇന്നത്തെ കേരളത്തിൽ ഒരു പ്രമുഖന്റെ മരണമെന്നാൽ ചിലർക്കെങ്കിലും അത് വെറുമൊരു കണ്ടന്റ് മാത്രമാണ്. വ്യൂസും ലൈക്കുകളും കൂട്ടാനുള്ള ഒരു സുവർണാവസരം. കേരളം ഒരു കാഴ്ച കണ്ടു. പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തിൽ തകർന്നിരിക്കുന്ന ഒരു മരണവീട്. അവിടെ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെപ്പോലും ആദരിക്കാനും പൊന്നാടയണിയിക്കാനും നോക്കുന്ന ചില വിവരദോഷികൾ. ഒരു മരണവീട്ടിൽ എന്തിനാണ് ഇത്തരം പ്രഹസനങ്ങൾ? അതിനെ കൃത്യമായി തള്ളിക്കളയാനും അവരെ ശാസിക്കാനും മുഖ്യമന്ത്രി കാണിച്ച ആ ആർജവം തന്നെയാണ് ഇന്ന് ഈ സമൂഹത്തിനു വേണ്ടത്. ഇന്ന് മരണവീടുകളിലേക്ക് ഇരച്ചുകയറുന്നവരിൽ എത്ര പേർക്കാണ് യഥാർത്ഥത്തിൽ ആദരവുള്ളത്? അവിടെയെത്തുന്ന മറ്റ് പ്രമുഖരുടെ കൂടെ സെൽഫിയെടുക്കാൻ തിക്കിത്തിരക്കുന്നവർ, ആരും തിരിഞ്ഞുനോക്കാത്ത ചില കൂതറ സെലിബ്രിറ്റികൾക്ക് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനുള്ള വേദിയായി ഇവിടം മാറുന്നു. ഏറ്റവും ക്രൂരമാണ് ചില യൂട്യൂബർമാരുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും പെരുമാറ്റം. സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്ന മക്കളുടെയും ബന്ധുക്കളുടെയും മുഖത്തേക്ക് ക്യാമറകൾ കുത്തിച്ചെലുത്തുന്നു. അവസാനമായി കണ്ടപ്പോൾ എന്തു തോന്നി എന്ന നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനുശേഷം യൂട്യൂബിൽ കൊടുക്കുന്ന തംബ്നെയിലുകളോ ആളുകളിൽ ആകാംക്ഷ ജനിപ്പിച്ച് ക്ലിക്ക് ചെയ്യിക്കാനായി എഴുതിപ്പിടിപ്പിക്കുന്ന അങ്ങേയറ്റം അശ്ലീലമായ വാചകങ്ങൾ. മറ്റൊരാളുടെ കണ്ണീരിൽ നിന്ന് പണമുണ്ടാക്കുന്ന ഈ കാഴ്ചാ സംസ്കാരം മനുഷ്യത്വമില്ലായ്മയുടെ പരകോടിയാണ്. അറുതി വന്നേ തീരൂ. മരണാനന്തര ചടങ്ങുകളുടെ പവിത്രത തകർക്കുന്ന ഇത്തരം ക്യാമറക്കണ്ണുകൾ നിയമം മൂലം നിയന്ത്രിക്കപ്പെടണം. മരണവീടുകളിലേക്ക് ഇത്തരം യൂട്യൂബർമാർക്ക് പൂർണ്ണ വിലക്കേർപ്പെടുത്തണം. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കർശനമായ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തുനിന്ന് ഇതിനെതിരെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണം. വിവേകശൂന്യമായ ഈ ക്രൂരത ഇനിയെങ്കിലും നമ്മൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ തോറ്റുപോവുക തന്നെ ചെയ്യും. ഓർക്കുക, മരണം ഒരു കാഴ്ചവസ്തുവല്ല.